പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മല പോലെ വരുന്ന വിഷയം, പർവ്വത സമമായ വിഷയം വളരെ നിസ്സാരമായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മളുടെ ബുദ്ധി കൊണ്ട് പ്രശ്നത്തിൻ്റെ വലിപ്പം അളക്കും, ദൈവത്തിൻ്റെ വലിപ്പം നാം മറന്നു പോകാറുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ആ വലിയ പ്രതിസന്ധി, ആ വലുതെന്ന് തോന്നൽ, അത് നിങ്ങൾക്കാ. ആ പ്രതിസന്ധി വെറും നിസ്സാരമാ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാനുള്ള പരിഹാരം നിങ്ങളുടെ കരത്തിൽ തന്നെ സ്വർഗം ഏൽപ്പിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 16 വാക്യത്തിൽ മോശയോട് ദൈവം ഇങ്ങനെ പറയുന്നു, മോശെ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? ജനത്തോട് മുന്നോട്ട് പോകുവാൻ കൽപ്പിക്കുക. നിന്റെ കരത്തിൽ ഇരിക്കുന്ന വടിയെടുത്ത് കടലിന് മീതെ നീട്ടുക. നോക്കിക്കേ, എത്ര സിമ്പിളായിട്ടാ വിഷയത്തിന് പരിഹാരം സ്വർഗം കൽപ്പിക്കുന്നത്. മോശ ചിന്തിച്ചു, പിറകിൽ ഫറവോനും സൈന്യവും പാഞ്ഞെടുക്കുകയാണ്, മുമ്പിൽ ചെങ്കടൽ, ഒരു കാരണവശാലും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല, ഇതോടുകൂടെ സകലതും കഴിഞ്ഞു. മോശ നോക്കിയത് പ്രശ്നത്തിന്റെ വലുപ്പമാ. ശരിയാ, മാനുഷിക ബുദ്ധിയിൽ പുറത്തു വരുവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം തന്നോട് പറഞ്ഞത് കണ്ടോ, നിനക്ക് ആ പ്രശ്നം ഭയങ്കര വലുതാ, നീ എന്തിനെ കിടന്ന് നിലവിളിക്കുന്നത്? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ ചെങ്കടൽ അത് വിഭാഗിക്കപ്പെടും. നോക്കിക്കേ, ഇത്രയുള്ളൂ കാര്യം. പ്രശ്നം ഭയങ്കര കൊടുമ്പിരിയുള്ളൂ അല്ലേ? പുറത്തു വരുവാൻ ഒരു സാധ്യതയും ഇല്ല അല്ലേ? മെഡിക്കൽ രേഖകളൊക്കെ നിങ്ങൾക്ക് വിരോധമല്ലേ? ഇതോടുകൂടെ സകലതും അസ്തമിച്ചു എന്നല്ലേ പറയുന്നത്? ഇന്ന് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിങ്ങളുടെ ആ നാവെടുത്ത് ചിലത് വിളിച്ചു പറ, ചിലത് കൽപ്പിക്കുക. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെയുള്ള ആ പ്രശ്നം സമഭൂമിയാകും. നിങ്ങൾ പോലും ചിന്തിക്കും, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. നിങ്ങൾ വളരെ സുഗമമായി ഇതിൽ നിന്ന് പുറത്തു വരും. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, പ്രശ്നത്തിന്റെ വലിപ്പം ഗൗനിക്കുകയേ വേണ്ട. പകരം നിങ്ങളുടെ കൂടെയുള്ള ദൈവം എത്ര വലുതാണെന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകും. പ്രതിസന്ധി നിങ്ങളുടെ മീതെ കവിയത്തില്ല. നിങ്ങൾ ഈസിയായി ഇതിൽ നിന്ന് പുറത്തു വരും. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. അങ്ങ് വലിയവനാ, അങ്ങ് അത്യുന്നതനാ, അങ്ങ് വീരനാം ദൈവമാ, അങ്ങ് മഹാദൈവമാ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിന് സ്തോത്രം, കൃപയ്ക്ക് നന്ദി. അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ല. ജീവിതത്തിൽ വരുന്ന ഏതിനെയും തരണം ചെയ്യുവാൻ ആവശ്യമായ അഭിഷേകം അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ പ്രിയരെയെല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.